എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളുടെ ഈ മ്യൂസിക് ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കുറച്ച് പേരൊക്കെ വരുന്നവരെ ഞാൻ കാത്തിരിക്കാം. ഞാനൊരു ബ്രേക്ക് എടുത്ത് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇനി നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻജോയ് ചെയ്ത പോലെയുള്ള ക്വിസ് കോമ്പറ്റീഷൻ അല്ല ഇന്ന്. പക്ഷേ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്, അതിനുത്തരം നിങ്ങൾ പറയണം. എത്ര പേര് കാണുന്നുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ലൈവ് പോയിട്ടുണ്ടോ എന്ന്. ഓക്കെ, കാണുന്നുണ്ട്, കമൻറ്റുകൾ വരുന്നുണ്ട്. ഇന്ന് മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ലൈവ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ടൈം വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ തുറന്നപ്പോഴത്തേക്കും കണ്ടില്ല. അപ്പോൾ ഫേസ്ബുക്കിന് ചെറിയൊരു റീഫ്രഷ് ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു കാണാതിരുന്നത്. ഇപ്പം കാണാം. ഞാൻ ഹാജരാണെന്ന് പവിത്ര ഉണ്ണി, സുനന്ദ മഹേഷ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു നേരത്തെ ചെയ്തിരുന്ന ലൈവുകൾ പോലെ തന്നെ ഞാനൊരു അക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ടുകൾ പാടാനാണ് പോകുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ചില ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിനും കൂടെ റെഡിയായിട്ട് ഇരിക്കുക. ചോദ്യങ്ങളും ചോദിക്കുന്നതാണ്. ഞാൻ ഈ കമൻറ്റുകളെല്ലാം കൂടെ എനിക്ക് എങ്ങനെ കാണാൻ സാധിക്കുമെന്നൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ആദ്യത്തെ 5 മിനിറ്റ് പാട്ട്, ഒരക്ഷരത്തിലുള്ള പാട്ടുകൾ പാടാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കമൻറ്റ് വായിച്ചിട്ട് അതും പാടാം. പിന്നെ ഇടയ്ക്ക് ചോദ്യങ്ങളും ചോദിക്കാവേ. അപ്പം എല്ലാ കമൻറ്റും ഒന്ന് കാണണമല്ലോ, അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് പാടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അക്ഷരം, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ തുടങ്ങിയത് ആ എന്ന അക്ഷരത്തിലാണ്. അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും പറഞ്ഞു ആ എന്ന അക്ഷരം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. പക്ഷെ നമ്മൾ വേറൊരു അക്ഷരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ പരാതി തീർത്തുകൊണ്ട് ഇന്ന് ആ എന്ന അക്ഷരത്തിലുള്ള ആരും കൊതിക്കുന്ന ഗാനങ്ങൾ പാടാം. അപ്പോൾ മനോഹരമായ ഒരു പാട്ടിൽ തന്നെ തുടങ്ങാം. ഒരു സെക്കൻഡ്, ഞാൻ ടൈമർ ഒന്ന് ഓൺ ചെയ്തോട്ടെ. 5 മിനിറ്റ് ഞാൻ പാടാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയുന്ന പാട്ട് പാടാം. ഇടയ്ക്ക് ചോദ്യങ്ങളും ചോദിക്കാം. ഓക്കെ, അപ്പോൾ മനോഹരമായ ഒരു പാട്ടിൽ തുടങ്ങുകയാണ്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുൻപിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആലാപനം തീടും തായ്മനം വാരിളം പൂവി ആരീരോ ആരോ ആരാരോ ആരിരാരോ അച്ഛൻ്റെ മോൾ ആരാരോ അമ്മയ്ക്കു നീ തീനല്ലേ ആയിരവള്ളി പൂവല്ലേ. ആരാദ്യം പറയും ആരാദ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ. ആലില മഞ്ചലിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം. ആലിലക്കണ്ണ നിന്റെ മുരളികയോതുമ്പോൾ എൻ മനസ്സിൽ. കലാഭവമണിയുടെ പ്രസിദ്ധമായ പാട്ടാണ്. ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമിഴും ആമ്പലോ അരികെ. പാട്ട് ഏതാണ്? ആ രാത്രി മാഞ്ഞു പോയി
ശോഭമാ ആയിരം കിനാക്കണം പോയി മറഞ്ഞു രാത്രി മാഞ്ഞു പോയി ആറ്റിരമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ എല്ലാ കഥ ചൊല്ലാതടിയോലവാലി. ഞാൻ കമൻറ്റ് മനഃപൂർവ്വം നോക്കാത്തതാണ്. എനിക്ക് പാടാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഞാൻ കമൻറ്റിലോട്ട് വരുന്നതാണ്. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ വീരാറ്റിൽ പുലർമങ്ക നീരാട്ടി നിറങ്ങി ആറാട്ടിനാനകളെഴുന്നള്ളി ആദന തീരതല്ലി ആകാശഗംഗ തീരത്തിനപ്പുറം ആലിനം വെണ്ണക്കൽ മണ്ഡപം പൗർണമി തോറും ഒരേകനാം ഗന്ധർവൻ പാടാനണയും ആകാശദീപം എന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ വന്നിറങ്ങി മിഴമായോ ആവണിപ്പൊന്നോ ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലി വിണ്ണിലാവേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർ പൈങ്കിളി മൈങ്കിളി മലർത്തേൻ കിളി. അതിൽ എന്തുമാത്രം പാട്ടുകളുണ്ടല്ലേ. ഇപ്പൊ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല എനിക്ക്. ആനക്കെടുപ്പതും പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്യം ആനന്ദ നടനം ആടിന ആദ്യമായി കണ്ട നാൾ പാതി വിടർന്നു നിൻ പൂമുഖം ആതിരവരവായി പൊന്നാതിര വരവായി നിളയുടെ പൊളിനവുമായി നാലോലം ആമുഖം കണ്ട നാൾ ആദ്യമായി പാടി ഞാൻ രാഗം പൂക്കും രാഗം. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ നിന്റെ ഇളം പുലർന്നൊരു മാറൽ ഈറനാമൊരിന്തു കിരണം പൂവ് ചാർത്തിയ പോലെ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ തെന്നലോ തേൻതുമ്പിയോ പൊന്നയാലിൽ മറഞ്ഞിരുന്ന നിന്നെ കണ്ട് കൊതിച്ചു പാടിയ കിന്നര കുമാരനോ ഓ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ. എത്ര മനോഹരമായ പാട്ടാണത്. പ്രണയിക്കുന്നവർക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു പാട്ടാണിത്. ONV കുറുപ്പിൻ്റെ രചനയിൽ യേശുദാസ് പാടിയ പാട്ടാണ്. രഘുനാഥ് സേത്താണ് ഈ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്ന് പറയാമോ? ഒരു വളരെ ഈസി ഒരു ചോദ്യമാണ്, പെട്ടെന്ന് പറയണേ ആരെങ്കിലും. ഈസി ചോദ്യമല്ലേ. ഈ പാട്ട് ഏത് സിനിമയിലെ പാട്ടാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കട്ടെ.
ജീസ് കൈതാരം പറയുന്നു കൊട്ടണം. ആ പാട്ടിന്റെ ആ ഒരു ഭാഗം വരുമ്പം ഇങ്ങനെ ഒരു ഇതൊരു തട്ടിയില്ലെങ്കിൽ ഒരു രസമില്ലാത്ത പോലെ അല്ലേ. ഓക്കെ, സിനിമ ആരണ്യകമാണെന്ന് ജീസ് കൈതാരം പറയുന്നു, പവിത്ര ഉണ്ണി പറയുന്നു, ഫാബി നിസാർ പറയുന്നു. അപ്പൊ ഇത്രയും പേര് പറയുന്നതുകൊണ്ട് ഞാനും സംബന്ധിച്ചിരിക്കുന്നു. ആരണ്യകം MD ഹരിഹരൻ ടീമിന്റെ ഒത്തിരി നല്ല സിനിമകളുണ്ട്, അതിൽ ഒരു മികച്ചൊരു സിനിമയാണിത്. ഈ സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലൈവ് കഴിയുമ്പോൾ പോയി കാണണേ. മിക്കവാറും യൂട്യൂബിൽ കാണും, കാണാണ്ടിരിക്കാൻ വഴിയില്ല. അപ്പോൾ ഞാൻ കമൻറ്റുകൾ നോക്കാം. അതിനു മുമ്പ് നിങ്ങളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. കമൻറ്റുകൾ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ഒത്തിരി 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 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഈ FB കുറച്ച് കമൻറ്റുകളൊക്കെ വിട്ട് കാണിക്കുന്നതുകൊണ്ട് എല്ലാം ഞാൻ വായിച്ചില്ലെന്ന് വരും കേട്ടോ, ആരും പിണങ്ങരുത്. ദിവ്യ ശ്രീകുമാർ ആകാശമായവളെ എന്ന പാട്ട് പറയുന്നു. ദീപ പെരുമാൾ ആദ്യമായി കണ്ട നാൾ അത് ഞാൻ പാടിയിരുന്നു. ജീസ് കൈതാരം ഈ പാട്ടൊക്കെ ഞാൻ എങ്ങനെ മറന്നുപോയി അല്ലേ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, കണ്ണും കണ്ണും കണ്ണു മറഞ്ഞു, കടങ്കഥയിൽ മനം കവർന്നു, കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി, എന്നെ കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി. ആര് പറഞ്ഞു വ്യാവു എന്ന പാട്ട് പറയുന്നുണ്ട്, ഞാൻ പാടിയിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു മ്യാവോ, കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. ഞാനാ നിങ്ങളെ കാത്തു എന്ന് വിമിത ബാക്കി പറയുന്നുണ്ട്. ജിഷ രജോ ആരോ വിരൽ മീട്ടി, ഇത് ഞാൻ പാടിയോ, എനിക്കൊരു സംശയമുണ്ട്. ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണി, ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം, തളരും തനുവോടെ ഇടറും മനമോടെ, വിടവാങ്ങുന്ന സന്ധി വിരഹാർദ്രയായ സന്ധി. മനോഹരമായൊരു പാട്ട്. ഇപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങളോട് അടുത്ത ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ പോവുകയാണ്. ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന്റെ മ്യൂസിക് വിദ്യാസാഗറാണ്, ചിത്രയാണ് ഈ പാട്ട്. ചിത്രയും യേശുദാസും പാടിയിട്ടുണ്ട്. ഫീമെയിൽ വേർഷനും മെയിൽ വേർഷനും ഈ പാട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ പാട്ടിന്റെ ഗാനരചയിതാവ് ആരാണെന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ആരോ വിരൽമീട്ടി എന്ന പാട്ട്. ഇനി സിനിമ ഏതാണെന്ന് ഞാൻ പറയണോ? സിനിമ നിങ്ങൾ തന്നെ പറയൂ. സിനിമ ആരാണെന്നും ആരാണ് ഈ പാട്ട് എഴുതിയത് എന്നും പറയണം. മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു ഗാനരചയിതാവാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. നിങ്ങൾ ഉത്തരം പറയുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി പാട്ടുകൾ നോക്കട്ടെ. വിമിത ആകാശദീപം പറയുന്നു, അത് പാടിയിരുന്നു. ഞങ്ങളോട് കമന്റ് അടിക്കാൻ പറഞ്ഞിട്ട്, കമന്റ് അടിക്കാൻ ഞാൻ പറഞ്ഞില്ല, കമന്റ് ഇടാനാണ് പറഞ്ഞത്. കമന്റ് നോക്കാത്ത എഡിറ്റർ നീതി പാലിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ. ജീസ് കൈതാരം പറയുന്നു ആരോ പാടുന്നു. ഓക്കെ, ആ പാട്ട്. ആരോ പാടുന്നു ദൂരെ ആത്മാവിൽ നോവുള്ള പോലെ, ഈരൻമുളം തണ്ടിൽ നിശ്വാസമോടെ പ്രാണന്റെ സംഗീതം കേൾക്കുന്നു മെല്ലെ, ഓർമ്മ വന്നൊരുമ്മ തന്ന പോലെ. ഈ പാട്ട് പാടിയതാരാന്ന് അറിയാവോ? നേരത്തെ ഞാൻ ചോദിച്ചതിന് ഉത്തരം ഫാബി നിസാർ പറയുന്നുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി. സ്വപ്ന നവാസ് പറയുന്നു ഗിരീഷ് പുത്തഞ്ചേരി. ഫാബി നിസാർ പ്രണയവർണ്ണങ്ങളാണെന്ന് പറയുന്നു. പവിത്ര ഉണ്ണി പറയുന്നു ഗിരീഷ് പുത്തഞ്ചേരി. ജീസ് കൈതാരം പറയുന്നു ഗിരീഷ് പുത്തഞ്ചേരി. ശരിയാണ്, ഉത്തരം ശരിയാണ്. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച പാട്ടായിരുന്നു ആരോ വിരൽ മീട്ടും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ജന്മദിനം കൂടിയാണ് ഇന്ന്. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പം ഇല്ല. എന്തുമാത്രം എത്ര നല്ല പാട്ടുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതല്ലേ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ പറയാം നമുക്ക്. അടുത്തത് ആരോ പാടുന്നു എന്ന പാട്ട് ആരാണ് പാടിയതെന്നാണ് ഞാൻ ചോദിച്ചത്. ഫാബി നിസാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഹരിഹരൻ്റെ മനോഹരമായ പാട്ടാണ്. ഹരിഹരനും ചിത്രയും കൂടിയാണ് ആ പാട്ടെന്ന് തോന്നുന്നു.
ഇനി ഞാൻ കുറച്ച് കമൻറ്റുകൾ നോക്കിക്കോട്ടെ. ജിഷ റേജോ പറയുന്നു ആശാദീപം. എനിക്ക് ഏത് പാട്ടാണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഒരു 1-2 ലൈനും കൂടി ഇടാമോ? എഡിറ്റർ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. തൽക്കാലം രാജിവെക്കുന്നില്ല, ലൈവ് തുടരാനാണ് പോകുന്നത്. ജി സ്കൈതാരം ആത്മാവിൻ പുസ്തകത്താളിൽ. ഈ പാട്ട് ഞാൻ പാടിയില്ലായിരുന്നോ? ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽ പീലി പിടഞ്ഞു. രമ്യ ഭാരതി ആ രാത്രി മാഞ്ഞുപോയി പാടിയിരുന്നു. സുനന്ദ മഹേഷ് 10 ബ്ലോഗ് എഴുതണമെന്ന് പറയുന്നു. ഞാൻ 5 മിനിറ്റ് പാട്ട് പാടിയിട്ട് വന്ന് നിങ്ങളുടെ കമൻറ്റ് നോക്കാമെന്നല്ലേ പറഞ്ഞേ? അതെന്നാ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന പാട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു. ജിഷ റെജോയും ചോദിച്ചിട്ടുണ്ട്. വിമിത ഏതോ ഒരു പാട്ട് പാടുന്നു. ആയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ആയിൽ തുടങ്ങുന്ന ഇഷ്ടംപോലെ ഹമ്മിങ് ആയുള്ള ഒത്തിരി പാട്ടുകളുണ്ട്. ആത്മാവിൻ പുസ്തകത്താളിൽ ദിവ്യ ശ്രീകുമാരൻ ചോദിച്ചിരിക്കുന്നു, ഇതാണോ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പാട്ട്? ആരണ്യകം എന്ന് പവിത്ര ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. പവിത്ര പറയുന്നു പല്ലവി തന്നെ പിന്നീട് ചരണവുമായ അപൂർവ ഗാനമാണ് ആത്മാവിൻ മുട്ടി വിളിച്ചതുപോലെ. അത് ശരിയാണ്. ആത്മാവിൻ മുട്ടി വിളിച്ചതുപോലെ എന്നുള്ള പാട്ടിന്റെ പല്ലവി ശരിക്കും ആത്മാവിൻ മുട്ടി വിളിച്ചതല്ല. കണ്ണിൽ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ, ഈ ഭാഗമാണ് അതിന്റെ പല്ലവി. അത് തന്നെയാണ് പിന്നീട് അനുപല്ലവി കഴിഞ്ഞും ചരണം കഴിഞ്ഞും ആവർത്തിച്ച് വരുന്നത്. ആ രീതിയിൽ പ്രസിദ്ധമായ ഒരു പാട്ടാണ്. അതിനെന്തോ ഒരു പേരുണ്ട്. പവിത്രയ്ക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമന്റിൽ ചെയ്യൂ. ഇങ്ങനെ ഈ എന്താ പറയണ്ടേ, പല്ലവി ചരണമായിട്ട് പിന്നെ വരുന്ന പാട്ടുകൾക്ക് പറയുന്ന എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. എനിക്കിപ്പം ഓർമ്മ കിട്ടുന്നില്ല. ഇതിപ്പോൾ എല്ലാം പാടിയല്ലോ, നമ്മളിനി എന്ത് പാടും എന്ന് രമ്യ ചോദിക്കുന്നു. അല്ലല്ലോ, ഇനി ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. പവിത്രമണി പറയുന്നു ആറ്റുനോറ്റുണ്ടായൊരുണ്ണി. വിമിത പറയുന്നു ആകാശദീപങ്ങൾ സാക്ഷി. നിങ്ങളൊക്കെ ലൈവിൽ വന്ന് ഈ പാട്ട് പാടണം എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ ഇപ്പം ഞാൻ ഇന്നെല്ലാം പാടുന്നില്ല. അല്ലാണ്ട് എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. ജിഷ റജ പറയുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ കുട്ടിക്കാലത്തു നിന്നുള്ള ഒരു പാട്ട്. ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി വാക്കുരുവി വാങ്കുരുവി ഞാലിക്കുരുവി വഴിവാ. സുനന്ദ മഹേഷ് പറയുന്നു 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. നദി എന്ന സിനിമയിലെ മനോഹരമായൊരു പാട്ടാണത്. ദീപ പെരുമാൾ പറയുന്നു ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ഇരിക്കണം, മുഖം അമ്പിളി പോലെ വെളുക്കണം. അങ്ങനെയാണ് വരികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പഴയ ഒരു പാട്ടാണ്. MS ബാബുരാജിൻ്റെ ഈണത്തിൽ പി ഭാസ്കരൻ്റെ രചനയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യേശുദാസും പി ലീലയും കൂടിയാണ് പാടിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈസി ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. ഇത് വെള്ളിത്തിരയിൽ, അതായത് അഭിനയിച്ചിരിക്കുന്നത് ആരാണ്? ഈ അച്ഛനെ പോലെ ഇരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം എന്നൊക്കെ പറയുന്നത് ആ അച്ഛൻ ആരാണ്? അതുപോലെ തന്നെ അമ്മയെ പോലെ വെളുക്കണം എന്ന് പറയുന്നു, ആ അമ്മ ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ആരൊക്കെ അഭിനയിച്ച സിനിമയാണ്? സിനിമയുടെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാൻ വളരെ എളുപ്പമാവില്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അതുപോലെ ഈ സിനിമ, ഈ ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും ആരാണെന്നും പറയൂ. കമൻറ്റുകൾ നോക്കട്ടെ, ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പവിത്രയോട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അതാണ് സ്നേഹമല്ലേ എന്ന് വിമിത ചോദിക്കുന്നു. അതെ അതെ, അതാണ് സ്നേഹം. ഞാൻ പവിത്രയോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ല. പവിത്ര എനിക്ക് പാട്ടൊക്കെ പറഞ്ഞു തരണമല്ലോ. എഡിറ്റർ ജി നന്നായി പാടുന്നുണ്ടല്ലോ എന്ന് സ്വപ്നം പറയുന്നു. താങ്ക് യു. ആരോ പാടുന്നു എന്ന പാട്ട് ഹരിഹരൻ പാടിയതാണ്. ആസിഫ് അലിയുടെ മൂവിയിലെ പാട്ടാണ്. കഥ തുടരുന്നു അല്ലേ? അതോ കഥ പറയുമ്പോഴാണോ കൺഫ്യൂഷൻ? മൂവിയിലെ സോങ്സ് എല്ലാം കിടുവാണ് എന്ന് ഭാബി പറയുന്നു. ശരിയാണ്.
പവിത്ര പറയുന്നു ഞാൻ തെറ്റുത്തരം പറയാമെന്ന്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കാതെ ആയിൽ തുടങ്ങുന്ന പാട്ടുകൾ കമൻറ്റ് ചെയ്യൂ. സ്വപ്ന പറയുന്നു 1000 കണ്ണുമായി, അത് പാടി. ജയാഷാജി എന്നുവരും നീ കണ്ണകി എന്ന പാട്ട് പറയുന്നു. നമ്മൾ ഇന്ന് ആയിൽ തുടങ്ങുന്ന പാട്ടുകളാണ് പാടുന്നത്. നമ്മളെപ്പോലെ നല്ല കുട്ടികളെ കിട്ടാൻ തപസ്സിരിക്കണം. കമൻറ്റ് ബോക്സിൽ കൗണ്ടറുകളുടെ ബഹളമാണ്. അന്ന് നിന്നെ കണ്ടതിൽ പിന്നെ എന്ന പാട്ട് സ്വപ്ന പറയുന്നു. അത് ആ എന്ന അക്ഷരമാണ്. നമ്മൾ ആ എന്ന അക്ഷരത്തിലാണ് ഇന്നത്തെ പാട്ട് പറയുന്നത്. ആയിൽ നമ്മൾ ഓൾറെഡി ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പാട്ട് പാടിയതുമാണ്. ദീപ പെരുമാൾ ഒരു പാട്ട് പറഞ്ഞിരിക്കുന്നു. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, മിഴികളിൽ തളിട്ടു അകലേ മുകിലായി നീയും ഞാനും പറഞ്ഞിറങ്ങും. ഈ പാട്ട് പാടിയിരിക്കുന്നത് ആരാണ് എന്ന് പറയാമോ? അടുത്ത ചോദ്യം അതായിക്കോട്ടെ. ഏത് സിനിമയിലെ പാട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്? ആരൊക്കെയാണ്? കൂടാതെ ഇന്നത്തെ ഒരു പ്രമുഖ നടന്റെ, സൂപ്പർ സ്റ്റാറിന്റെ ആദ്യത്തെ സിനിമ കൂടിയാണിത്. ആരെങ്കിലും ഉത്തരം പറയുമോ എന്ന് ഞാൻ നോക്കട്ടെ. ആരും എന്ന പാട്ട്. ആരും ആരും. കാർത്തു കാവുമ്പടിക്കൽ ആൻസർ പറയുന്നുണ്ട്. നന്ദനം. പവിത്ര ഉണ്ണി പറയുന്നു നന്ദനം ശരിയായ ഉത്തരമാണ്. അപ്പോൾ ഇനിയിപ്പം സൂപ്പർ സ്റ്റാർ ആരാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പൃഥ്വിരാജിന്റെ ആദ്യത്തെ സിനിമയാണ്. ജയചന്ദ്രൻ സുജാതയാണ് പാടിയിരിക്കുന്നതെന്ന് അച്ചു വിമിൻ പറയുന്നു. കറക്റ്റാണ്. അപ്പോൾ ഞാൻ അടുത്ത പാട്ട് നോക്കട്ടെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ജയഷാജി നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്ന പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് സത്യനും ഷീലയുമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. ഭാഗ്യജാതകം എന്നാണ് ചിത്രത്തിന്റെ പേര്. അപ്പോൾ അതിലെ പാട്ടായിരുന്നു ആദ്യത്തെ കൺമണി. അത് പിന്നീട് ജയറാമിന്റെ ആദ്യത്തെ കൺമണി എന്ന സിനിമയിൽ വീണ്ടും ജയറാം ഒരു പ്രാക്ടീസ് രംഗത്തോ എവിടെയോ പാടുന്നുണ്ട് ആ പാട്ട്. ബിന്ദു രാജേഷും പറഞ്ഞിട്ടുണ്ട് സത്യനാണെന്ന്. സത്യൻ മാത്രമേ ഉള്ളോ? അമ്മയില്ലേ? ഷീലയാണെന്നും കൂടെ പറയുമോ? ഫേസ്ബുക്ക് എനിക്ക് സ്റ്റക്കായി നിൽക്കുന്നു. നന്ദനത്തിലെ പാട്ടാണെന്ന് പൃഥ്വിരാജ്. ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. പൃഥ്വിരാജ് രചിച്ചതാണെന്ന് ജീസ് കൈത്തരം പറയുന്നുണ്ട്. ദീപ പെരുമാൾ പറയുന്നുണ്ട്. ഈ പാട്ടൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ദീപിക അജിത്ത്, ദീപ പെരുമാൾ, ലിജി ഗഫൂർ, റംസീന എല്ലാവരും പറയുന്നുണ്ട് ജയചന്ദ്രൻ പാടിയ നന്ദനം എന്ന സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിച്ച പാട്ടാണ് എന്ന്. ശരിയായ ഉത്തരമാണ്. ഞാൻ ഇനി ബാക്കി കമൻറ്റുകളൊന്ന് വായിക്കട്ടെ. ജിഷ റജു അകലെ അകലെ നീലാകാശം പാടാൻ പറയുന്നുണ്ട്. അത് ജിഷ റജു പറഞ്ഞത് അകലെ അകലെ നീലാകാശം ആദ്യത്തെ കൺമണി എന്ന സിനിമയിൽ പാടുന്നുണ്ട് എന്നായിരിക്കും. അത് ശരിയാണ്. അത് അവർ സ്റ്റേജിൽ മുഴുവനായിട്ട് പാടുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്ന് ജയറാം വീട്ടിൽ വെച്ചുള്ള ഒരു പ്രാക്ടീസ് സെഷന്റെ ഇടയ്ക്ക് പാടുന്നുണ്ട്. അപ്പോഴാണ് KPC ലളിത വന്നിട്ട് പറയുന്നത് ഈ പാട്ട് പാടിയാണ് ഈ വീട്ടിൽ നിറച്ചു ആൺകുട്ടികളായതെന്ന്. ഇപ്പോൾ ഓർമ്മ വന്നില്ലേ? വിമിത ആലപ്പുഴ പട്ടണത്തിൽ അത് ഞാൻ പാടി. സുനന്ദ മഹേഷ് പറയുന്നു ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത്. ബാക്കി വാക്ക് കിട്ടുന്നില്ല. നല്ല പാട്ടാണ്. പ്രേമം സിനിമയിലെ പാട്ടാണ്. ഞാൻ ഒരുവിധം എല്ലാവരുടെയും കമൻറ്റുകൾ വായിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാർത്തു പറയുന്നു എനിക്ക് പാട്ട് പാടാൻ മുട്ടെന്ന് തോന്നുന്നു. വേഗം തന്നെ ഈ ലൈവിൻ്റെ താഴെ കിടക്കുന്ന ജോയിൻ ദ ലൈവ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരിക. നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാം. റംസീന പറയുന്നു എൻ്റെ കമൻറ്റ് വായിച്ചില്ല, ഞാൻ പിണങ്ങിയെന്ന്. പക്ഷേ ഞാൻ കാണുന്ന കമൻറ്റൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അത് ശരിക്കും കാണാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ജയ ഷാജി പറയുന്നു ആകാശമാകെ. ഈ പാട്ടൊക്കെ ഞാൻ എങ്ങനെ മറന്നു അല്ലേ? ആകാശമാകെ കണിമല പുലരി പോയി വരും നനനാ 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 നനനാ
നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകളുടെ പാട്ടാണ്. ഈ പാട്ട് മറന്നുപോയതിന് എനിക്ക് തന്നെ പണിഷ്മെൻറ്റ് വേണ്ടതാണ്. പവിത്ര ഉണ്ണി പറയുന്നു, ആലായാൽ തറ വീണം അടുത്തൊരമ്പലം വീണം ആലിനു ചേർന്നൊരു കുളവും വീണം. ജിഷ റജു പറയുന്നു, ആകാശത്താമര പോലെ പാതി വീടർന്ന നീയാരോ. അയാൾ കഥ എഴുതുകയാണ് അല്ലേ, ആ സിനിമയിലെ പാട്ടാണ്. ആലാപനം സൂര്യപുത്രിയിലെ പാട്ട് അത് ഞാൻ പാടിയിരുന്നു കേട്ടോ, ആലാപനം ഞാൻ പാടിയതാണ്. ഇനി ഏതാണ് പാട്ട് ആയില്? ഓക്കെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാവേ. മലയാളികളുടെ എല്ലാവരുടെയും, ഇതിൻ്റെ അകത്ത് ആർക്കും എക്സെപ്ഷൻ ഇല്ല, മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടിച്ചു കയറിയ ഒരാളുടെ ആദ്യത്തെ സിനിമയിലെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. പാട്ടിന് ഇതിൻ്റെ വരികൾ ബിച്ചു തിരുമലയാണ്, മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജെറി അമൽദേവ്, പാടിയിരിക്കുന്നത് ചിത്രയാണ്. ഏത് സിനിമയാണെന്നും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്ന താരം ആരാണെന്നും പറയണം. ഓക്കെ, പാട്ട് പാടാൻ പോവാണേ. ആണൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതുവഴി വാ, കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി, കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കുരുന്നി തുമ്പക്കൂടത്തിൽ തുള്ളിത്തുള്ളി വാ, 1 മണി തെന്നലായി നീ ഇതുവഴി വാ. അപ്പോൾ തുള്ളി തുള്ളി നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന ആ കുട്ടി കുരുന്ന്, തുമ്പക്കുരുന്ന് ആരാണെന്ന് പറയണം. ഒത്തിരി പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കമൻറ്റ് ആദ്യം മുതൽ വായിക്കാം. എൻ്റെ കമൻറ്റ് കാണുന്നില്ലേ എന്ന് രമ്യ ചോദിക്കുന്നു. ഈ കമൻറ്റ് കണ്ടു, ഇതിന് മുമ്പുള്ള ഒന്നും കണ്ടില്ല കേട്ടോ. സുനന്ദ മഹേഷ് പറയുന്നു, ബേബി ശാലിനി, ജിഷ റജോ, ലിജി ഗഫൂർ, പവിത്ര ഉണ്ണി, ജീസ് കൈതാരം, ബിന്ദു, രാജേഷ് പരൂർ, എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് ഇപ്പോൾ പാടിയത്. നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്ന ആ കുട്ടി മാമാട്ടിക്കുട്ടിയമ്മ തന്നെ, ബേബി ശാലിനി. ബേബി ശാലിനിയാണ് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്കാണ് ഉത്തരമെന്ന് ദീപിക അജിത്ത് പറയുന്നുണ്ട്. ഞാൻ ആരുടെയും കമൻറ്റ് മിസ്സായി പോകാതെ ഇരിക്കാനായിട്ട് ലാപ്ടോപ്പും തുറന്നു വെച്ചിട്ടുണ്ട്, മൊബൈലിലും ലൈവ് ചെയ്യുന്നിടത്തും കമൻറ്റ് നോക്കുന്നുണ്ട്. എന്നിട്ടും പലരുടെയും കമൻറ്റ് മിസ്സായി പോകുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്ന്. ഞാൻ മാക്സിമം സ്ക്രോൾ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. കമലദളത്തിലെ ആനന്ദ നടനം ആടി ഞാൻ, അത് ഞാൻ പാടിയിരുന്നു. ദീപ പെരുമാളാണ് അത് ചോദിച്ചത്. ലിജി ഗഫൂർ പട്ടാളം സിനിമയിലെ പാട്ട് ചോദിക്കുന്നുണ്ട്. ആലിലം കാവിനി തിന്നതേ, എനിക്ക് എൻ്റെ വേർഡ്സ് അറിയില്ല കേട്ടോ. ബിജു മേനോൻ പാടുന്ന പാട്ടല്ലേ, എനിക്ക് പാട്ട് ഓർമ്മയുണ്ട്. എൻ്റെ മനസ്സിരിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്ന് ബിന്ദു രാജേഷ് പരവ് പറയുന്നു. അപ്പം മനസ്സിലോട്ട് ഇടിച്ചു കയറാൻ സമ്മതിക്കണ്ട, അങ്ങോട്ട് വരുമ്പോഴേ വാതിൽ തുറന്നു വെച്ചാൽ മതി, അപ്പം നേരെ അങ്ങ് അകത്തോട്ട് കയറാൻ സാധിക്കും. ജയാഷാജി പറയുന്നു, ആവണി പൊന്നൂഞ്ഞാൽ പാടിയിരുന്നു. ജിഷ റജോ, ആറാട്ടിനാനകൾ, ഇത് പാടിയോന്ന് എനിക്ക് ഓർമ്മയില്ല. ആറാട്ടിനാനകൾ എഴുന്നള്ളി ആഹൃദയം തിരതല്ലി, ആറാട്ടിനാനകൾ എഴുന്നള്ളി. ഇനി ആയിൽ നിങ്ങൾക്ക് പാട്ട് പറയാനുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും പാട്ട് പറയുമ്പോഴാണ് എനിക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്, അല്ലാതെ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ഏതെങ്കിലും പാട്ടുകളുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പാടാം. അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. ആകാശദീപം ഉണരുമിടമായോ എന്ന പാട്ട് അത് പാടിയിരുന്നു, ക്ഷണക്കത്തിലെ പാട്ട് പാടിയിരുന്നു. ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു പാട്ടി വരുമോ, ജിഷ രജു പറയുന്നു, ആര് പറഞ്ഞു? നീ ഞാൻ പാടിയോ?
ആരു പറഞ്ഞു ആരു പറഞ്ഞു സുനന്ദ പറയുന്നു കയറൂരി പോകാനുള്ള വഴി നോക്കുകയാണെന്ന്. സത്യമാണ്, എൻ്റെ ആ പാട്ടിൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നു. എനിക്ക് പാട്ടുകളൊന്നും ഓർമ്മ വരുന്നില്ല. ആയിരം വർണ്ണമായി പൂവിടും സ്വപ്നമോ തെന്നലോ ആനന്ദോ ആരോ നീ മോഹിനിയാ. ഞാൻ പാടിയിരുന്നോ? പ്രേം പൂജാരിയുടെ പാട്ടാണ്. മുർഷിദ പർവീൺ ആരോ വിരൽ മീട്ടി അത് പാടിക്കഴിഞ്ഞതാണ്. ഇനി ഏതാണ് ആയിൽ പാട്ട്? നിങ്ങളുടെ കമന്റുകൾ ഞാൻ ഒന്നുകൂടെ ആദ്യം മുതൽ നോക്കട്ടെ. ഏതെങ്കിലും പാട്ട് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പാടാവേ. ആരൊരാൾ പുലർമഴയിൽ പാടിയതാണ്. ആദ്യത്തെ മഞ്ച് ആത്മാവിൻ പുസ്തകത്താളിൽ അതൊക്കെ പാടിയതാണ്. ആടിവാക്കാറ്റി പാടിവാക്കാറ്റി ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നു ഞാനാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ കാണാത്തിരുമുറിവുകളിൽ തൂകം കുളിരമൃതായി തൂകം കുളിരമൃതായി അഴകിന്നലകൾ നുകരാൻ കളരവമായി പൂങ്കാറ്റി ലാലാലാ. ഈസി ചോദ്യമാണ്. ഏത് സിനിമയിലെ പാട്ടാണെന്ന് പറയൂ, പെട്ടെന്ന് പറയണേ. ഏത് സിനിമയിലെ പാട്ടാണ് എന്ന്. വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ. അന്തിക്കടപ്പുറത്ത് ഒക്കെ ജിഷ റജു പറയുന്നുണ്ട്. അതൊക്കെ വെറും ആയിലുള്ള പാട്ടാണ്. നമ്മൾ ആണ് ഇന്ന് പാടുന്നത്. ഈ പാട്ടൊക്കെ നമ്മൾ പാടിയ വേറൊരു ലൈവ് ഉണ്ട്, അതിൽ പാടിയിരുന്നു കേട്ടോ. ആരൊരാൾ പുലർമഴയിൽ മുർഷിദ ചോദിക്കുന്നു, അത് പാടി. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. ജി സ്കൈതാരം ജയ ഷാജി ഒക്കെ പറയുന്നുണ്ട്. കൂടെവിടെ എന്നതാണ് ചിത്രം. ദീപ പെരുമാൾ പറയുന്നു റഹ്മാൻ്റെ ആദ്യത്തെ സിനിമ. ശരിയാണ്, പത്മരാജൻ്റെ സിനിമ കൂടിയാണ്. കൂടെവിടെ. സുനന്ദ മഹേഷ് പറയുന്നു. ജിജി ഗഫൂർ പറയുന്നു. അടുത്തത് ഞാൻ എൻ്റെ FB എപ്പോഴും ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്തോട്ടെ. ആടി തൊടിയിലേതോ പൊന്നാഞ്ഞിലിമേ പുലരി വീലൊളി പൂക്കാവടി ആടി തീരും ആഷാഢം പെയ്യുമ്പോൾ ആത്മാവിൻ. ബിന്ദു രാജേഷാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. മഴ എന്ന ചിത്രത്തിലെ. എനിക്കതിൻ്റെ വേർഡ്സ് കിട്ടുന്നില്ല. ജിഷ ജുജു പറയുന്നു ആണല്ല പെണ്ണല്ല അടിപൊളി. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം. ആ പാട്ടല്ലേ ഉദ്ദേശിച്ചത്. ലിജി ഗഫൂർ ആലിപ്പഴം പെറുക്കാൻ അത് പാടിയിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ പാട്. ഹിന്ദി സോങ്സ് ഉണ്ടോ? ഹിന്ദി സോങ്സ് ഉണ്ട്. ഹിന്ദി സോങ്സ് പറയുന്നവരെ ഞാൻ ലൈവിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവരിവിടെ വന്ന് പാടണം. അങ്ങനെയാണ് നമ്മൾ ഹിന്ദി സോങ്സ് പാടുന്നത്. ഹിന്ദി സോങ്സ് ഒക്കെ പാടി എൻ്റെ ഹിന്ദിയിലുള്ള വിജ്ഞാനം ഇവിടെ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹിന്ദി സോങ്സ് മൂളിയാൽ മതി, ഞാൻ മൂളും, പാടുകയില്ല. ആതിരവരവായി അതൊക്കെ നമ്മൾ പാടിയതാണ്. ആറ്റിറമ്പിലെ കൊമ്പിലെ പാടി, ആലാപനം പാടി. ആയതുള്ള ഒരുവിധം പാട്ടുകളെല്ലാം നമ്മൾ പാടി കഴിഞ്ഞു എന്ന് തോന്നുന്നു. സുനന്ദ മഹേഷ് ആത്മവിദ്യാലയമേ എന്ന് പാട്ട് പറയുന്നു. ആത്മവിദ്യാലയമേ. എനിക്ക് വേർഡ്സ് അറിയില്ല കേട്ടോ, പഴയ പാട്ടായതുകൊണ്ട്. കമുകറ പുരുഷോത്തമൻ പാടിയ പാട്ടല്ലേ. വേർഡ്സ് ഒട്ടും ഇങ്ങോട്ട് പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നില്ല. ഒന്നാമത് ലൈവിലിരിക്കുന്നതിൻ്റെ വെപ്രാളമുണ്ട്, അതിൻ്റെ കൂടെ കമൻറ്റ് വായിക്കുന്നു, പാട്ട് പാടുന്നു, ഇതെല്ലാം കൊണ്ടും കൂടെ ആണെന്ന് തോന്നുന്നു കുറേയൊക്കെ ഞാൻ വേർഡ്സ് മറന്നും പോകുന്നത്. ആരാദ്യം പറയും. അടുത്ത പാട്ട് ആരാദ്യം പറയും
എന്ന് നോക്കാം. പറയാതെ നീ വയ്യ, പറയാനും വയ്യ. ആത്മവിദ്യാലയമേ, ആഷാഢമാസം, ആലിപ്പഴം പെറുക്കാൻ, ഇതൊക്കെയാണ് ഇപ്പോൾ അടുത്ത് ചോദിച്ചിരിക്കുന്ന പാട്ടുകൾ. ആലോലം എന്ന പാട്ട് പറഞ്ഞിരിക്കുന്നു ജിഷ റിജു. ആലോലം പൈതലാലോലം ആവണി തിങ്കളിലാലോലം. ഈ പാട്ടാണോ ഉദ്ദേശിച്ചത് ആലോലം എന്നതുകൊണ്ട്? അവനി ആത്മവിദ്യാലയമേ, അവനിയിൽ ആത്മവിദ്യാലയമേ. ആയിരത്താലിയുമായി വരൂ. ജയാഷാജിയാണ് പറഞ്ഞിരിക്കുന്നത്. ആയിരത്താലിയുമല്ല, ആലിലത്താലിയുമായി വരൂ. അത് നമ്മൾ പാടിയതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ. ജീസ് കൈതാരം പറയുന്നു എനിക്ക് പാടണം എന്ന്. വരൂ, ലൈവിലേക്ക് വരൂ, ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ലൈവിൻ്റെ താഴെ ജോയിൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വന്നാൽ എനിക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് പേര് കിട്ടുന്നില്ല, അതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു 6 പേരുകാരെയാണ് എനിക്ക് കാണുന്നത്. അവർ കഴിഞ്ഞിട്ടുള്ളവരെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് ഒരു ലിങ്കിൽ ഈ ലൈവിൻ്റെ താഴെ തന്നെ കിടപ്പുണ്ട് ജോയിൻ ദ ലൈവ് എന്ന് പറഞ്ഞിട്ട്. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യൂ. ലിജി ഗഫൂർ. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈ പാട്ട് ഞാൻ പാടിയിരുന്നതാണ്. അപ്പോൾ ആയിലെ പാട്ടുകൾ എനിക്കറിയാവുന്നത് ഏകദേശം ഞാൻ പാടി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ കമൻറ്റിലും ഇട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി പുതിയ പാട്ടുകളൊന്നും വരാത്തത് കൊണ്ട് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. നാളെ 12 മണിക്ക് മറ്റൊരു ലൈവുമായി ഞങ്ങൾ വരാം. നാളെ ഒരു ചോദ്യോത്തര പരിപാടിയാണ്. നിങ്ങൾക്ക് അതിനോട് കൂടുതൽ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരങ്ങൾ പറയുക. നമുക്ക് പോയിന്റ്സ് ഒക്കെ ഇട്ട് വിജയി ആരാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നാളെ 12 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.